നമസ്കാരം, ജിംനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്രോബ്ലംസ് വരുമ്പോൾ ആ പ്രോബ്ലംസ് അറിയില്ല എന്ന് പറഞ്ഞ് മൊത്തം വിട്ടുകളയാതെ ആ പ്രോബ്ലത്തിനകത്തെ ചില കീ വാക്കുകളും ആ കീ വാക്കുകൾ നമുക്ക് അറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർമുലയും കൂടെ നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ 3 മാർക്കിന്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 മാർക്ക് വരെ അതുകൊണ്ട് ലഭ്യമാവും. അതിനുവേണ്ടി ഓരോ ഫോക്കസ് ഏരിയയിലും ഒരു പാഠത്തിലെ ഓരോ ഫോക്കസ് ഏരിയയിലും ഒരു ഫോർമുല വീതം നമ്മളൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുകയാണ്. നോക്കാം. ആദ്യമായിട്ട് ചാപ്റ്റർ 1 റീക്യാപ്പ് ഓഫ് ഫോർമുലാസ് ചാപ്റ്റർ 1. ഇവിടെ വരുന്ന ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ആണ് ഇലക്ട്രിക് ചാർജ് 1.2. ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസേഷൻ ഓഫ് ദ ചാർജ് എന്ന് പറയും. ഇതിന് മൊത്തം ചാർജ് n ടൈംസ് ഇലക്ട്രോണിന്റെ ചാർജാണ്. ഇലക്ട്രോണും പ്രോട്ടോണും ഒരേ ചാർജ് തന്നെയാണ് നമുക്കറിയാം. n എന്ന് പറയുന്നത് നമ്പർ ആണ്. അപ്പൊ ഫോർമുല നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഇലക്ട്രിക് ചാർജ് എന്നുള്ളൊരു പദവും ക്വാണ്ടൈസേഷൻ ഒരു പദവും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് Q ഈക്വൽ ടു ME. അതാണ് 1.2. അടുത്തത് 1.6 കൊളംബ്സ് ലോ ആണ്. കൊളംബ്സ് ലോയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ആണ്, ഇലക്ട്രിക് ഫോഴ്സ് ആണ്. അത് 9 × 10⁻⁹ 1/4πε0 എന്നുള്ളത് പഠിക്കണമെന്നില്ല. നമുക്ക് ഈ വാല്യൂ ഓർത്താൽ മതി. 9 × 10⁻⁹ Q1 Q2/r². ഇത് രണ്ടും ചാർജ് ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള അകലം r. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമുക്ക് ഫോഴ്സ് അറിയാമെങ്കിൽ ഫോഴ്സിനെ Q കൊണ്ട് ഹരിക്കുക. Q എന്ന് പറയുന്ന ചാർജ്. അപ്പൊ അതാണ് ഇലക്ട്രിക് ഫീൽഡ് E. E is equal to F/Q. ഞാൻ വീണ്ടും പറയുന്ന ഈ ഫോർമുലാസ് മാത്രമെങ്കിലും നമ്മൾ ഓർത്തു വെക്കുക. കൊളംബ്സ് ലോ എന്ന് കണ്ടാൽ ഈ ഫോർമുല, ഇലക്ട്രിക് ഫീൽഡ് എന്ന് കണ്ടാൽ ഈ ഫോർമുല. ഇങ്ങനെ ആ ഫോർമുലയിലേക്ക് നമ്മൾ ഓരോ ഫോക്കസ് ഏരിയയും ഉറപ്പിച്ചു വെക്കുകയാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറില്ല. അത് നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിർബന്ധമായി നമ്മൾ അറിയണം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്? ഒരു ചാർജിനെ സംബന്ധിച്ച് പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കും നെഗറ്റീവിൽ നിന്ന് അകത്തേക്കും വരുന്ന ലൈൻസ് ആണ്. അവർ കൂട്ടിമുട്ടില്ല, ഇമാജിനറി ആണ്. പിന്നെ അവർക്ക് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും. ഇത്യാദി കാര്യങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് 1.10 ആണ്. 1.10 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ്. എപ്പോഴും അറിയേണ്ട ഒരു പദമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. Φe. Φ എന്നുള്ളത് ഫ്ലക്സിന്റെ സിമ്പിൾ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് കാണിക്കാൻ Φe. Φe is equal to E dot ds. E bar dot ds bar. ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്നൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഇത് 2 പ്രധാനപ്പെട്ട എസ്സേയുടെ ലാസ്റ്റ് ഇക്വേഷൻസ് ആണ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ, മറ്റൊന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇക്വിറ്റോറിയൽ. അതിന്റെ വാല്യൂ 1/4πε0 2p/r³. p ഡൈപോൾ മൊമെന്റ്, r ഡിസ്റ്റൻസ്. അടുത്തത് ഇക്വിറ്റോറിയൽ ആണെങ്കിൽ 1/4πε0 p/r³. ഇനി ഗോസസ് ലോ. ഈ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമുക്കറിയാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ദ ഫ്ലക്സ്, അതായത് Φe ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് Q/ε0. Q എന്ന് പറയുന്ന ചാർജ്, ε0 കോൺസ്റ്റന്റ് നമുക്കറിയാം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് അറിയില്ല എങ്കിലും നിങ്ങൾ ഈ ഫോർമുലയെ ഓർത്തു വെക്കുക. ഓരോ ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ഓരോ ഫോർമുല നമ്മൾ ഓർത്തു വെക്കുക ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ, ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഗോസസ് ലോയുടെ 3 ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് വയർ 1 ഡയമെൻഷൻ, പ്ലെയിൻ ഷീറ്റ് 2 ഡയമെൻഷൻ, സ്ഫിയർ 3 ഡയമെൻഷൻ. 1, 2, 3 ഓർത്തു വെക്കുക. 1 is വയർ. വയറിൻ്റെത് 1/4πε0. അതിന്റെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ 9 × 10⁻⁹ എഴുതിയത്. 1/4πε0 2λ/r. ലാംഡ ലീനിയർ ഡെൻസിറ്റി. വാക്കൊക്കെ ഓർത്ത് വെക്കണം. 2λ/r. പ്ലെയിൻ ഷീറ്റ് ഇവിടെ നോക്കൂ, ഇത് ഫുള്ള് കോൺസ്റ്റൻസ് ആണ്, അവിടെ വേരിയബിൾ ഇല്ല. σ/2ε0. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി. അടുത്തത് സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ 3 സ്ഥലത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഔട്ട്സൈഡ്, ഓൺ ദ സർഫസ്, ഇൻസൈഡ്. ഔട്ട്സൈഡ് ആണെങ്കിൽ E is equal to σ/ε0 r²/r². ഈ r റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ഈ r എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ആ പോയിന്റ് ആണ്. എല്ലാ സ്ഥലത്തും നമുക്ക് r വരുന്നുണ്ട്. അതെല്ലാം ഏത് പോയിന്റിലാണോ ഫീൽഡ് ആയാലും ഫ്ലക്സ് ആയാലും
പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രിക് ആക്സിയൽ ലൈൻ, ഇക്വിറ്റോറിയൽ, ഇതിന്റെ എല്ലാം ആ ഫീൽഡ് കാണുന്ന പോയിന്റ് ആണ് ആർ, സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് എഴുതിയത് അതിന്റെ റേഡിയസ്. ഇനി സർഫസിലാണെങ്കിൽ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും ഒന്ന് തന്നെ ആയിരിക്കും, റേഷ്യോ 1 ആവും. സോ ദ ആൻസർ ഇസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി ഇൻസൈഡ് ആണെങ്കിൽ, ഉള്ളിലാണ് എങ്കിൽ ഗോസിയൻ സർഫസിന്റെ ഉള്ളിൽ ചാർജ് ഇല്ലാത്തതിനാൽ ഫീൽഡ് 0. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന പദം, സ്ഫിയറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ചാപ്റ്റർ 2 നമുക്ക് നോക്കാം. ചാപ്റ്റർ 2-ൽ 6 ഫോക്കസ് ഏരിയാസ് ആണുള്ളത്. 2.2, 2.3, 2.11, 2.12, 2.14, 2.15. ഇതിൽ 2.2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കാണ്, മറക്കണ്ട, വർക്ക് ഓൺ യൂണിറ്റ് ചാർജ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഓൺ യൂണിറ്റ് ചാർജ്, V is equal to W/Q. ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ V ഈക്വൽ ടു 1/4πε0. കോൺസ്റ്റന്റ് നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് മാത്രം നോക്കുക. ഫീൽഡ് ആണെങ്കിൽ Q/r² ആയിരുന്നു, പൊട്ടൻഷ്യൽ ആണെങ്കിൽ Q/r ആണ്. അത് ഓർക്കുക. ഇതേപോലെ നമ്മൾ ലെസൺ 1-ൽ എഴുതിയിരുന്നു. പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണെങ്കിൽ Q/r² ആണ്, ഇവിടെ അത് r ആണ്. ഓക്കെ, അടുത്തത് കപ്പാസിറ്ററും കപ്പാസിറ്റൻസും. ഈ പോർഷനിൽ ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ, Q ഈക്വൽ ടു CV. ചാർജ്, കപ്പാസിറ്റൻസ്, പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കിവിടെ കണ്ടതാണ്, കപ്പാസിറ്റൻസ് C. അപ്പോൾ C എങ്ങനെ വരും? Q/V. ഈ ഓരോ ഫോമിലേക്കും മാർക്കൊണ്ട് വിട്ടുകളയത് ശ്രദ്ധിക്കണം. അടുത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ε0 A/D. A ഏരിയ, D ആ രണ്ട് പാരലൽ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള അകലം. C is equal to ε0 A/D. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വെച്ച് നിർബന്ധമായിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിനെ സീരീസിലും പാരലലും വരയ്ക്കാനായിട്ട് അറിയണം. ആ ഫോമുല ഓർത്തോളണം. 1/CS, C സീരീസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പം C സീരീസ് ഈക്വൽ ടു C1C2/C1 പ്ലസ് C2 എന്ന് കിട്ടും. അതുപോലെ തന്നെ പാരലൽ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അത് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി. C1 പ്ലസ് C2, അതാണ് C പാരലൽ. അപ്പോൾ ഇത് നിർബന്ധമായി ഈ രണ്ട് ഫോമുലാസ് ഓർത്ത് വയ്ക്കണം. അടുത്തത് എനർജി ഓഫ് ദ കപ്പാസിറ്റർ ആണ്. എനർജിക്ക് നമുക്ക് എപ്പോഴും ഓർക്കാൻ എളുപ്പമുള്ള ഇക്വേഷൻ ½CV² ആണ്. നമുക്ക് ½mv² കൈനറ്റിക് എനർജി നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ½ C × v². ഇതിൻ്റെ തന്നെ മറ്റ് രണ്ട് രൂപങ്ങളാണ്. കാരണം Q ഈക്വൽ ടു CV നമുക്കറിയാം. അങ്ങനെ ഇവിടെ നമ്മൾ C മാറ്റി Q കൊടുത്തതാണ് ആ കണ്ടത്. C ഈക്വൽ ടു Q/V എന്നാണ് നമ്മളിവിടെ ഇട്ടത്. അതിലെ ഓരോ V ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി QV. അതുപോലെ തന്നെ ഇവിടെ Qയും Cയും ആണ്, V ഒഴിവാക്കിയതാണ്. V എന്ത് വരും? Q/C. ഈ Vക്ക് നമ്മൾ Q/C എന്ന് കൊടുത്താൽ Qയും Q², C അവിടെയുണ്ട്. സോ ഇത് മൂന്നും, ഇതൊന്ന് പഠിച്ചിട്ട് ആ ഇക്വേഷനും കൂടെ ഓർത്താൽ മതി. മറ്റത് രണ്ടും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അടുത്തത് എനർജി ഡെൻസിറ്റി എന്നൊരു പദമാണ്. ഈ വാക്ക് ഓർത്തോളം. എനർജി അല്ല, എനർജി ഡെൻസിറ്റി. എനർജീനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ½ ε0 E². E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ച പദമാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ½ ε0 E². അടുത്തത് ചാപ്റ്റർ 3. ചാപ്റ്റർ 3-ൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8 ഫോക്കസ് ഏരിയ ആണുള്ളത്. അതിൽ 3.4 ഓംസ് ലോ. ഓംസ് ലോ നമുക്കറിയാം. V is equal to IR. V വോൾട്ടേജ്, I കറണ്ട്, R റെസിസ്റ്റൻസ്. I ഈക്വൽ ടു V/R. ഇവിടെ ആറിനും കൂടെ ഒരു ഫോർമുലയുണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഫോർമുലയാണ്. ഇത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ρL/A. റോ റെസിസ്റ്റിവിറ്റി, L ലെങ്ത്, A ഏരിയ. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ കേൾക്കുമ്പോൾ ആ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ ആദ്യം എഴുതണം. ഒരു ഫോർമുലയിൽ ഒരു ക്വസ്റ്റ്യൻസിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടാകും. ആ തന്ന വാല്യൂസ് നമ്മൾ എഴുതുമ്പോൾ അതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന ഫോർമുല നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർമുലാസ് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്. അടുത്തത് എനർജിയും പവറും. പവർ VI, ഇത് നമുക്ക് ചിലപ്പോൾ 10th കേട്ട് പരിചയമുള്ളൊരു ഫോർമുലയാണ്. പവർ ഇസ് ഈക്വൽ ടു VI. നമ്മൾ ഇലക്ട്രിക് ബില്ലൊക്കെ അടയ്ക്കുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്.
വാട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വൈദ്യുതി എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ട ബില്ല്. അപ്പോൾ അതാണ് വി ഐ. ഇതിൽ തന്നെ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ നമ്മളിവിടെ എഴുതുന്നതാണ്. വിക്ക് ഐ ഇൻറ്റു ആർ എന്ന് കൊടുത്താൽ ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ സ്ക്വയർ ആർ. അതുപോലെ തന്നെ നമ്മൾ ഐ ഒഴിവാക്കുകയാണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഐയുടെ സ്ഥാനത്ത് വി ബൈ ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ എന്ന് വരും. അപ്പോൾ ഈ സെയിം ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ലെസണിൽ കപ്പാസിറ്ററിൻ്റെ എനർജി കണ്ടുപിടിച്ചതുപോലെ തന്നെ ഹാഫ് സി വി സ്ക്വയറിന് 2 ഇക്വേഷനാക്കി മാറ്റിയല്ലോ. അതേപോലെ തന്നെയാണ് പവറിന് 3 ഇക്വേഷൻസ് ഉണ്ട്. വി ഐ ഓർത്ത് വെച്ചാൽ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. പവർ ഐ സ്ക്വയർ ആർ എന്നൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഹീറ്റിംഗ് ഇഫക്റ്റ് എന്നൊക്കെ പറയും. ഹീറ്റിംഗ് എനർജി ഡ്യൂ ടു ഹീറ്റ് ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി ടൈം. അപ്പോൾ പവറിന് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എനർജി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഫോർമുലാസാണ്, ഓർത്ത് വയ്ക്കാനും എളുപ്പമാണ്. അടുത്തത് റെസിസ്റ്റേഴ്സ് സീരീസ് ആൻഡ് പാരലൽ. കഴിഞ്ഞ ചാപ്റ്റർ 2-ൽ നമ്മൾ കപ്പാസിറ്റർ സീരീസിലും പാരലും പഠിച്ചിരുന്നു. 1 കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ നേരെ റിവേഴ്സാണ് എഴുതുക. കപ്പാസിറ്ററും റെസിസ്റ്റൻസും നേരെ റിവേഴ്സാണ് ഇക്വേഷൻസ്. മറക്കരുത് ഈ 2 ഫോർമുലാസും. കപ്പാസിറ്റേഴ്സിന് 2 എണ്ണം ഉണ്ട്, റെസിസ്റ്റേഴ്സിന് 2 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണം നിർബന്ധമായും നമ്മുടെ ചോദ്യപേപ്പറിൽ ഏതെങ്കിലും അറ്റത്തുണ്ടാവും. ഒന്നുകിൽ തിയറി ആയിട്ടോ അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടോ കപ്പാസിറ്റേഴ്സും ഉണ്ടാവും, റെസിസ്റ്റൻസും ഉണ്ടാവും. അത് വിട്ടു പോകരുത്, ഉറപ്പായിട്ടും അത് ചോദിക്കും. 1/R പാരലൽ ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ R പാരലൽ ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇനിയും സീരീസ് ആണെങ്കിൽ വെറുതെ കൂട്ടിയാൽ മതി. ഓക്കെ. ഇനി സെൽസ് ആണ്. സെല്ല് EMF ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2 വാക്കാണ് സെല്ലിനെ ഉപയോഗിച്ച് പറയുമ്പോൾ. ഒന്ന് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, മറ്റത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. വി ഈക്വൽ ടു ഐ ആർ നമുക്കറിയാം, അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഐ കാണാൻ ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. ആറ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ്. സ്മോൾ ആർ ആണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നത്, സ്മോൾ ആർ. സോ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? ഇ ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ആർ. പക്ഷേ ഐ ഇൻറ്റു ആർ എന്താ? വി അല്ലേ? അപ്പോൾ നമുക്ക് ഇ ഈക്വൽ ടു വി പ്ലസ് ഐ ആർ. വി ആണ് EMF, ഇ ആണ് EMF, വി ആണ് വോൾട്ടേജ്. ഓക്കെ. ഇനി അടുത്ത 4 ടേംസും കൂടെ ഉണ്ട്. മറ്റൊന്ന് കിർഷോഫ്സ് റൂൾസ്. 2 റൂളാണുള്ളത്, അല്ലെങ്കിൽ കിർഷോഫ്സ് ലോ എന്ന് പറയും. ഒന്ന് നെറ്റ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈക്വൽ ടു 0, വരുന്നതും പോകുന്നതും തുല്യം. മറ്റൊന്നാണ് സിഗ്മ IR. IR എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ EMF വോൾട്ടേജോ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ ആഡപ്പ് ചെയ്താൽ അത് 0 ആവണം. ഇങ്ങനെ ഇതിന് ലൂപ്പ് റൂൾ എന്ന് പറയും, ഇതിന് ജംഗ്ഷൻ റൂൾ എന്ന് പറയും. അത് എഴുതാൻ കിട്ടിയില്ല എങ്കിൽ ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളൊക്കെ നിർബന്ധമായും ചോദിക്കും. ആ വാക്കുകൾ നമുക്ക് കിട്ടിയില്ല, സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിയില്ല എങ്കിൽ ഈ രൂപത്തിൽ നമുക്കത് എഴുതി വയ്ക്കാം. ഇതാണ് ജംഗ്ഷൻ റൂൾ, ഇതാണ് ലൂപ്പ് റൂൾ. ഇതൊക്കെ നമുക്ക് ഫോർമുല രൂപത്തിലും നമുക്ക് എഴുതാം. സത്യത്തിൽ ഈ എഴുതിയിരിക്കുന്ന എല്ലാം ഓരോരോ ഷോർട്ട് ആൻസേഴ്സോ 1 വേർഡോ ഒക്കെ തന്നെയാണ്. ഓംസിലോ സ്റ്റേറ്റ്മെൻറ്റ് മറന്നുപോയി, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ മറന്നുപോയി, അത് എഴുതാൻ കിട്ടിയിട്ടില്ല, വേണ്ട വിടണ്ട. P/Q ഈക്വൽ ടു R/S എന്നൊരു ഫോർമുല നമുക്ക് എഴുതാം. അപ്പോൾ ഇതൊക്കെ 1 മാർക്കാണോ എന്ന് ചോദിച്ചാൽ 1 മാർക്കുമാണ്, പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലവുമാണ്. ഓക്കെ. ഇനി മീറ്റർ ബ്രിഡ്ജിൻ്റെ ഫോർമുല. അൺനോൺ റെസിസ്റ്റൻസ് കാണാനാണല്ലോ മീറ്റർ ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു ആർ ഇൻറ്റു എൽ ബൈ 100 മൈനസ് എൽ. എൽ എന്ന് പറയുന്നത് നമ്മൾ അളക്കുന്ന ലെങ്ത്ത്, ബാലൻസിങ് ലെങ്ത്ത്. 100 മൈനസ് എൽ എന്ന് പറഞ്ഞാൽ മീറ്റർ ബ്രിഡ്ജാണ്. 100 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് എൽ എന്നുള്ള അർത്ഥം. ഇനി പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ 2 തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് EMF കമ്പയർ ചെയ്യാനും 2 സെൽസിൻ്റെ EMF കാണാൻ. EMF ഇസ് E1/E2 എന്നാണ്. സോറി, ഞാൻ E എന്ന് എഴുതിയിട്ടുള്ളൂ. E1/E2 കമ്പയർ ചെയ്യാണ്. സോ ഈ പ്രപ്പോർഷണൽ ടു എൽ എന്ന് വരും. E1/E2 ഈസ് ഈക്വൽ ടു L1/L2. അതാണ് EMF കമ്പാരിസൺ 2 സെല്ലിൻ്റെ. മറ്റൊന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ ഇവിടെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ R ഇൻറ്റു L1 മൈനസ് L2/L2. അടുത്തത് ചാപ്റ്റർ 4 ചാപ്റ്റർ 4 1, 2, 3, 4, 5 ഫോക്കസ് ഏരിയ മാത്രമേ ഉള്ളൂ.
പക്ഷേ ഈ ലെസണിന് വളരെയധികം പ്രാധാന്യം ഫോമുലാസിൻ്റെ കാര്യത്തിലുണ്ട്. കാരണം എസ്ഐസ് നന്നായി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു പോർഷനും കൂടെയാണ്. അപ്പോൾ ഇതിലെ മിക്ക ഫോമുലാസും ശരിക്കും പറഞ്ഞാൽ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യം ഈ ലെസണുണ്ടെന്ന് നമ്മൾ ഓർക്കണം. തുടങ്ങാം. ഒന്നാമത്തെ വാക്ക് മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഇലക്ട്രിക് ഫോഴ്സ് എന്നുള്ളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഇലക്ട്രിക് ഫോഴ്സ് QE ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q×V×B. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നതിന് പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഈ മോഡൽ എക്സാമിന് അവരത് തെറ്റിക്കരുത്. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും കൂടെ ചേർത്ത് എഴുതണം. പലരും ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് Q×V×B എന്ന് എഴുതും. അല്ല, അത് മാഗ്നറ്റിക് ഫോഴ്സാണ്. ലോറൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നതാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് QE + Q×V×B. ഇത് ഇലക്ട്രിക് ഫോഴ്സാണ്, ഇത് മാഗ്നറ്റിക് ഫോഴ്സാണ്. രണ്ടും കൂടെ ചേർത്താണ് എഴുതേണ്ടത്, മറക്കണ്ട. അടുത്തത് ബയർഡ്-സവാർട്ട്സ് ലോ. എപ്പോഴും ചോദിക്കുന്ന 2 ലോസാണ് ഈ ലെസണിലുള്ളത്. ഒന്ന് ബയർഡ്-സവാർട്ട്സ് ലോ, മറ്റൊന്ന് ആംബിയർ സർക്യൂട്ടൽ ലോ. ലോ എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ഓരോരോ പാഠങ്ങളിൽ ഏതൊക്കെ ലോ എന്നുള്ള വാക്ക് നമ്മൾ വേറിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ബയർഡ്-സവാർട്ട്സ് ലോ dB = μ0/4π. ഇവിടുത്തെ കോൺസ്റ്റൻ്റെ പേര് μ0/4π ആണ്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ലെസണിൽ ഇലക്ട്രിസിറ്റി അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 1/4πε0 നമ്മൾ പഠിച്ചിരുന്നു. അത് തന്നെയാണിതും. ആ 1/ε0യെ നമ്മൾ μ0 എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് തന്നെയാണ്. അപ്പോൾ μ0/4π IdL sin θ/r². ഓക്കെ, അടുത്തത് ഫീൽഡ് ഇറ്റ് എ സർക്കുലർ ലൂപ്പ്. ഇതാണ് ഒരു 4 to 5 മാർക്സ് എസ്സേ ആയിട്ട് ചോദിക്കുന്നത്. ഇത് ചിലപ്പോൾ ഇക്വേഷൻ തന്നിട്ട് ഇത് ഡിറൈവ് ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ ഇക്വേഷൻ മാത്രം എഴുതാൻ പറയും. അത്രയും പ്രാധാന്യം ഈ ഇക്വേഷനുണ്ട്. ഒരു സർക്കുലർ കോയിലിൻ്റെ, ഈ വള പോലത്തെ ഒരു കോയിലിൻ്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അത് μ0I_r². R എന്ന് പറയുന്ന ഈ ലൂപ്പിൻ്റെ റേഡിയസ് ആണ്. എക്സ് എന്ന് പറയുന്നത് ആ ആക്സിസിലെ ദൂരം. എവിടെയോ ഒരു പോയിൻ്റ് എക്സിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് μ0I_r² / 2×r² + x² 3/2. ഇനി അതേ കോയിലിൻ്റെ സെൻറ്ററിൽ എന്തായിരിക്കും? x0 കൊടുക്കുക. ഈ ടേമിൽ എക്സ് ഇല്ല, അപ്പോൾ എന്ത് വരും? r² × 3/2 എന്ന് വരും. 2ഉം 2ഉം വെട്ടിപ്പോയാൽ r³ എന്ന് വരും. ആ r³ ഒരു r² ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞാൽ ന്യൂമറേറ്ററിൽ പിന്നെ r ഇല്ല. μ0I / ഇതിൻ്റെ അടിയിൽ ഒരു r മാത്രം വരും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. μ0I/2r. r എന്താണ്? ഈ ലൂപ്പിൻ്റെ റേഡിയസ്. എക്സ് എന്താണ്? ഏത് പോയിന്റിലാണോ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടത് ആ എക്സ്. അടുത്തത് ആംബിയർ സർക്യൂട്ടൽ ലോ. ഇത് നമ്മുടെ ഗോസസ് ലോ ആയിട്ട് സാമ്യമുള്ളൊരു ഇക്വേഷനാണ്. ഗോസസ് ലോ സർഫസിനാണെങ്കിൽ ഇത് ലൈനിലാണെന്നുള്ളതാണ് ഒരു വ്യത്യാസം. B.dl = μ0σI. μ0 എന്ന് പറയുന്ന ഓർമ്മയുണ്ടോ? 1/ε0 ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഗോസസ് ലോയിൽ 1/ε0 ടൈംസ് ചാർജാണ് വരിക. കാരണം അവിടെ റെസ്റ്റിലുള്ള കാര്യമാണ്. ഇവിടെ അങ്ങനെയല്ല, മൂവിങ് ആണ്. അപ്പോൾ കറണ്ടാണ് വരിക. അപ്പോൾ 1/ε0യ്ക്ക് പകരം μ0 എന്ന് എഴുതി, ചാർജിന് പകരം കറണ്ട് എന്ന് എഴുതി. ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds-ന് 1/ε0 ചാർജ് എന്ന് എഴുതുമ്പം ഫസ്റ്റ് ലെസണായി. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl-ന് 1/ε0യ്ക്ക് പകരം μ0യും ചാർജിന് പകരം കറണ്ടും എഴുതുമ്പം ആംബിയർ സർക്യൂട്ടല്ലോ ആയി. കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ 2 ആപ്ലിക്കേഷൻസാണ്. ഒന്നിൻ്റെ പേര് സോളിനോയിഡ്, മറ്റൊന്ന് ടോറോയിഡ്. ഇതിൻ്റെ ആൻസർ ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. μ0Ni. അത് സോളിനോയിഡ് ആയാലും ശരി ടോറോയിഡ് ആയാലും ശരി ഒരേ ആൻസറാണ്. μ0Ni. അതിൽ n എന്ന് പറയുന്നത് സ്മോൾ n ആണ്. നമ്പർ ഓഫ് ടേൺസ് ബൈ നമ്പർ ഓഫ് ലെങ്ത് എന്ന് വെച്ചാൽ ആകെ കുറേ ചുറ്റുവള പോലെ കുറേ ചുറ്റുണ്ടാവും, അതിനൊരു നിശ്ചിത നീളവും ഉണ്ടാവും. നമ്മൾ ചുറ്റുവള എന്ന് കണ്ടിട്ടുണ്ടോ? ഇവിടെ നിന്ന് ചുറ്റി 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 ഇവിടെ വരെ എത്താൻ പറ്റും. ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. അതാണ് ചുറ്റുവള. അപ്പോൾ ആ ചുറ്റുവള ഒരു 10-20 എണ്ണം ചുറ്റുണ്ടെന്ന് വിചാരിക്കുക. അത് മൊത്തം ഒരു 15 to 20 സെൻറ്റിമീറ്റേഴ്സിലാണെങ്കിൽ 20 സെൻറ്റിമീറ്റേഴ്സ് 20 ടേൺ ഉണ്ട്. 20 സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ n = 1. അപ്പം നമ്പർ ഓഫ് ടേൺസ് ബൈ നമ്പർ ഓഫ് ഡിസ്റ്റൻസ്, ആ ലെങ്ത് ആണ്.
അപ്പോൾ ഇതാണ് സ്മോൾ എൻ എന്ന് ഉദ്ദേശിക്കുന്നത്. I ആ സോളിനോയിഡിൽ കൂടെയുള്ള കറണ്ട്. അടുത്തത് ചാപ്റ്റർ 5 ആണ്. ഇവിടെ 3 ടോപ്പിക്സേ ഉള്ളൂ നമുക്ക്. ഒന്ന് 5.3 ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, 2 5.4 എർത്ത് മാഗ്നറ്റിസം, 3 മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അപ്പോൾ ഇതിനകത്ത് ഈ 3 സ്ഥലത്തും ഒരുപാട് ചെറിയ ടോപ്പിക്സ് ആണ്, പക്ഷെ ചെറിയ കുറേ ഫോർമുലാസ് വരും. നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പ്രോബ്ലംസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് വരില്ല. നേരെ വാല്യൂസ് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഡയറക്റ്റ് ഫോർമുലാസ് ആണ്. പക്ഷെ നമ്മൾ ആ ഫോർമുലാസ് ഓർത്ത് വെക്കണം. ഒന്നാമത്തത് ഗോസസ് ലോ ആണ്. ഗോസസ് ലോ നമ്മൾ അറിയാം, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഗോസസ് ലോ പഠിച്ചിട്ടുണ്ട്. ഇത് മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ E.ds എഴുതുമ്പോൾ ഇവിടെ B.ds എഴുതണം. മാത്രമല്ല Q/ε0 ആയിരുന്നു അവിടുത്തെ വാല്യൂ എങ്കിൽ ഇവിടെ അത് 0 ആണ്. രണ്ടും മറക്കാതെ ഓർത്ത് വെക്കണം. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവും. E.ds B.ds മറന്നു പോകണ്ട. ഓക്കെ, അടുത്തത് എർത്ത് മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട 3 പദങ്ങൾ നമ്മൾ അറിയണം. BV, BH, B. B എന്ന് പറയുന്നത് √BV² + BH². കാരണം ഇത് 90 ആണ്. BVയും BHും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. അപ്പൊ നമുക്കറിയാം റിസൾട്ടന്റ് കാണണമെങ്കിൽ √P² + Q² ചെയ്താൽ മതി. അതുപോലെയാണ് ഹൊറിസോണ്ടൽ BH = B cos θ, വെർട്ടിക്കൽ BV = B sin θ. ഇനി അതിന്റെ റേഷ്യോ sin/cos എന്ന് പറഞ്ഞാൽ ടാൻ ആണ് നമുക്കറിയാം. അപ്പൊ sin/cos എടുത്തു കഴിഞ്ഞാൽ BV/BH എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് θ tan ഇൻവേഴ്സ് BV/BH കണ്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഫോർമുലാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പകുതി മാർക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് ചെറിയ പ്രോബ്ലംസും ഫോർമുലാസും ആണ് ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്തത് ഇവിടെ കുറച്ച് കൂടുതൽ ഫോർമുലാസ് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് ഓരോന്നും ഒറ്റയ്ക്കുള്ള കൺസെപ്റ്റ്സ് ആണ്. പല സ്ഥലത്തും നമ്മൾ എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. ഒരു വാക്കാണ് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെന്റ് ബൈ വോളിയം. ബി എന്ന് പറയുന്നത് വോളിയം ആണ്. അടുത്തത് B = μ0 നമുക്ക് നല്ല സുപരിചിതമായിട്ടുള്ള ഒരു പദമാണത്. നല്ലതായിട്ട് അറിയാം. കഴിഞ്ഞ ലെസൺ 4 സോളിനോയിഡും ടോറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0 ആയിരുന്നു. അപ്പൊ B = μ0 നമുക്ക് പരിചയമുണ്ട്. ഇനി Ni എന്ന് പറയുന്നതിന് മാത്രം നമ്മൾ H എന്നൊരു പേര് പറയും, മാഗ്നറ്റിക് ഇന്റൻസിറ്റി. 2 പദമാണ്, മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഇതാണ് മാഗ്നറ്റൈസേഷൻ, ഇതാണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഇനി ഇത് പ്രകാരം നമുക്ക് Niക്ക് H എന്ന് കൊടുക്കാം. അപ്പൊ Niയുടെ സ്ഥാനത്ത് നമ്മൾ H എഴുതി. ഇനി വേറൊരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ കൂടെ μ0 M കൂടെ ആഡ് ചെയ്ത് വരും. അതിൽ M എന്ന് പറയുന്ന ആള്, എമ്മിനെ നമുക്ക് 2 തരത്തിൽ ഡിഫൈൻ ചെയ്യാം. എമ്മിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേം ആണ് M = chi×H. കൈ എന്ന് പറഞ്ഞാൽ സസെപ്റ്റബിലിറ്റി. എമ്മിന്റെ Hന്റെ കൂടെ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് സസെപ്റ്റബിലിറ്റി. അപ്പൊ നമുക്ക് ഈ ടേമിൽ എമ്മിന് എന്തെഴുതാം? chi/H എന്ന് എഴുതാം. അപ്പൊ M എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് chi/H എന്ന് എഴുതാം. കൈ നമ്മൾ അവിടെ നിലനിർത്തി H പുറത്തിട്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്. H പുറത്തിട്ടാൽ 1 + chi വരും. ഈ 1 + chi μr എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേർത്ത് ε0 εr നമ്മൾ എപ്സിലൺ എന്ന് പറയുന്നത് പോലെ μ0 μr നമ്മൾ μ എന്ന് പറയും. അപ്പൊ B = μh. കഴിഞ്ഞ പരീക്ഷയ്ക്ക് B = μh ഡിറൈവ് ചെയ്യാൻ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരെ വന്നിരുന്നു. അപ്പോ ഇതാണ് അതിന്റെ ഡെറിവേഷന്റെ വഴി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്സ് മുഴുവനും കൂടെ ഇവിടെ എഴുതിയത്. ഈ ഫോർമുലാസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. 3-4 ടേംസ് ഉണ്ട്. ഒന്ന് H, ഒന്ന് M, ഒന്ന് H, ഒന്ന് B. ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഈ കാണിച്ചിരിക്കുന്നത്. B = μh. അടുത്ത ലെസൺ ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 ജസ്റ്റ് 4 ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ഫോർമുല. നമ്മൾ നേരത്തെ പറഞ്ഞ ലെസൺസ് വെച്ച് നോക്കുമ്പോൾ ഫോർമുലാസ് വളരെ കുറവാണ്. ഫാരഡേയ്സ് ലോ 6.4, മോഷണൽ EMF 6.6, എഡി കറണ്ട് 6.8, 6.10 AC ജനറേറ്റർ. ഇതിൽ തന്നെ ഫാരഡേയ്സ് ലോ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF = റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ്.
അപ്പോൾ അതിനകത്ത് ന്യൂമറിക്കലി നമ്മളതിൻ്റെ മോഡ് വാല്യൂ എടുക്കുമ്പം n/dt എന്ന് മതി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസിൻ്റെ മാത്രം പ്രത്യേകതയാണ് ലെൻസസ് ലോ. ഈ നെഗറ്റീവ് സൈൻ എന്താണ്, അതായത് ഉണ്ടായ ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ജോലി എന്ന് കാണിക്കാൻ ആണ് മൈനസ്. ആ മൈനസ് കൊടുത്ത ആളാണ് ലെൻസസ്. അപ്പോൾ അതുകൊണ്ട് ഈ മൈനസും കൂടെ ചേർത്ത് പറയുമ്പം ലെൻസസ് ലോ, ഇൻഡ്യൂസ്ഡ് EMF മാത്രം പറയുമ്പോൾ ഫാരഡേസ് ലോ. അപ്പോൾ E = -n/dt. അടുത്തത് മോഷണൽ EMF. ഒരു കണ്ടക്ടർ L ലെങ്ത് ഉള്ള കണ്ടക്ടർ V വെലോസിറ്റിയിൽ ചലിച്ചാൽ അതിൻ്റെ ആ ലെങ്ത്തിന് ക്രോസ് ആയിട്ടുണ്ടാവുന്ന EMF ആണ് ഇമോഷണൽ EMF. ചലനം കൊണ്ട് E = BLV, B മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തത് എഡി കറണ്ട്. എഡി കറണ്ടിനകത്ത് ഫോർമുലാസ് ഇല്ല. ഇപ്പം നമ്മൾ 2 ടോപ്പിക്കിൽ ഫോർമുല കണ്ടില്ല. ഒന്ന് ഫസ്റ്റ് ലെസണിൽ പഠിച്ച മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഫോർമുലാസ് ഇല്ല, അതുപോലെ തന്നെ എഡി കറണ്ടിനും ഫോർമുലാസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും തിയറി പാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായിട്ടും എഡി കറണ്ട് എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ നമ്മൾ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനകത്ത് ചുഴി പോലെ കറണ്ട് ഉണ്ടാവും. അത്രയേ ഉള്ളൂ, അത്രമാത്രം. ഓക്കെ. അടുത്തത് AC ജനറേറ്റർ. AC ജനറേറ്റർ എന്നുദ്ദേശിക്കുന്നത് AC ജനറേറ്റ് ചെയ്യുക, അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ACയുടെ വോൾട്ടേജാണ്, അത് EMF ആണ് E = E0 sin ωt. അതിൽ E0 എന്ന് പറയുന്നത് NAB⍵. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞു A ഒരു കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡിൽ കറക്കുന്നത്, ആ കോയിലിൻ്റെ ഏരിയ, ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B, ഒമേഗ അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി. ഇനി E0 എന്ന് പറയുന്നത് ഈ ടേമാണ്. ഇതിനെ IR കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് സർക്യൂട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ E0/R = I0 sin ωt എന്ന് കിട്ടും. അപ്പം 3 ടേംസ് ആണുള്ളത്. 3 ഇക്വേഷൻസും നമുക്കറിയണം. ഒന്ന് E = E0 sin ωt, മറ്റൊന്ന് I = I0 sin ωt. ചാപ്റ്റർ 7 എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമുക്ക് 5 ഫോക്കസ് ഏരിയസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് 7.2 AC ടു റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിലേക്ക് AC കണക്ട് ചെയ്യാണ്. അപ്പൊ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. AC എന്നുള്ള തൊട്ട് മുമ്പത്തെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് തൊട്ട് മുമ്പ് നമ്മൾ AC ജനറേറ്റർ പഠിച്ചിരുന്നു 6th ലെസൺ ഇൻഡക്ഷനിൽ. അപ്പൊ അവിടെ നമ്മളെ ഇക്വേഷൻസ് പരിചയപ്പെട്ടിരുന്നു. E = V0 sin ωt, I = I0 sin ωt. അതുപോലെ തന്നെ I0യുടെ വാല്യൂ V0/R. അപ്പൊ ഈ 3 ടേംസും നമുക്കറിയണം. V = V0 sin ωt, I = I0 sin ωt. ഇനി ഇതിൽ റെസിസ്റ്റർ ആണ്, നമ്മൾ പറഞ്ഞു ഇത് റെസിസ്റ്റർ ആണ് ഇവിടെ ഉള്ളത്. ആ റെസിസ്റ്ററിന്റെ അവസ്ഥയാണ് ഇത്. കൂടാതെ നമ്മൾക്ക് പീക്ക് വാല്യൂസ് ആണ്. I0യും V0യും മാക്സിമം വാല്യൂ ആണ്. Vക്ക് കിട്ടാവുന്ന പരമാവധി വാല്യൂ ആണ്. അതും RMS വാല്യൂ. RMS എന്നുള്ളൊരു ടേം ഉണ്ട്. വോൾട്ടേജിനാണെങ്കിലും കറണ്ടിനാണെങ്കിലും RMS വാല്യൂ കിട്ടാനായിട്ട് I0ന്റെ റൂട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി. അതല്ല എങ്കിൽ I0 കിട്ടാൻ IRMSന്റെ റൂട്ട് കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യം വരും. അപ്പൊ ഇത് ഓർത്ത് വെച്ചുകൂടാ. IRMSഉം I0 ആയിട്ടുള്ള ബന്ധം, അതുപോലെ VRMSഉം V0 ആയിട്ടുള്ള ബന്ധം. ഇനി ഇത് ഫേസർ ആണ്. ഈ ഫേസർ എന്നുള്ളത് ഒരു ഡയഗ്രാമാറ്റിക് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വെക്ടർ ആണ്. വെക്ടർ. പക്ഷെ വെക്ടറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊരു റൊട്ടേറ്റിംഗ് വെക്ടർ ആണ്. അപ്പൊ ഇത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഉണ്ട്, അതിന്റെ ലിങ്ക് ഫേസർ അത് വരച്ച് പഠിച്ചിട്ട് വേണം പോവാൻ. ഫേസർ ഡയഗ്രാം ഫോർ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അത് വിശദമായി വരച്ച് പഠിച്ചു വേണം പോവാൻ. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫേസറിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ അത് നോക്കണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നോക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ. ഓക്കെ. അടുത്തത് AC ടു ഇൻഡക്ടർ. ഇൻഡക്ടറിന്റെ വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ്? ഇവിടെ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. ഇത് ωt, ഇത് ωt. പക്ഷെ when you go to inductor അത് ωt minus π/2. ശ്രദ്ധിക്കണം, ωt minus π/2. അതുപോലെ തന്നെ I0 V0/XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. XLന്റെ വാല്യൂ Lω. XLന്റെ വാല്യൂ Lω. അപ്പൊ ഇവിടെ വോൾട്ടേജും കറണ്ടും ഉള്ള ബന്ധം എന്താണ്? വോൾട്ടേജും കറണ്ടും ωt minus π/2. I0 എന്താണ്? V0/XL.
അതേപോലെ കപ്പാസിറ്റർ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ വാല്യൂ ഇവർ തമ്മിൽ എന്താ ബന്ധം? V0 sin omega t. I എന്താണ്? omega t plus pi by 2. omega t plus pi by 2 ആണ് വരുന്നത്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1 by omega c. V0 by xc. ഇതെന്താണ്? I0യുടെ വാല്യൂ. ഇത് ഓരോന്നും ഒറ്റയ്ക്കായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഒറ്റയ്ക്കായിട്ട് ബബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് അറിയണം. അടുത്തത് ട്രാൻസ്ഫോമർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. സ്കൂളിലും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ട്രാൻസ്ഫോമർ. അതായത് ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് VP, IP കറണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് VS, കറണ്ട് IS. ഇപ്പൊ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമായിരിക്കണം ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ. അങ്ങനെയെങ്കിൽ VS by VP നമുക്ക് IP by IS ഇൻവേഴ്സ് ചെയ്യാണ് വോൾട്ടേജും കറണ്ട്. ഇനി ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള 2 ട്രാൻസ്ഫോമേഴ്സ് പറയാം. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ഔട്ട്പുട്ട് നമ്പർ ഓഫ് ടേൺസ്, ഇൻപുട്ട് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പൊ NS by NP എന്ന് പറയുന്നത് IP by IS. പക്ഷെ ഈ ഇക്വേഷനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് കണ്ടോ, ഇത് സെയിം ആണ്, ഇതും സെയിം ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് സിമിലർ ആണെന്ന് പറയാം. എങ്കിൽ എന്ത് വരും? NS by NP is equal to VS by VP എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. ഇനി എഫിഷ്യൻസി, ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് എഫിഷ്യൻസി എന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്നല്ല, ഇൻ ജനറൽ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് നമുക്ക് കിട്ടിയത്, എന്താണ് നമ്മൾ കൊടുത്തത്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടെ ഔട്ട്പുട്ട് പവർ ആണ് VS IS, ഇൻപുട്ട് പവർ ആണ് VP IP. സോ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ, അതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി. ഓക്കെ, അടുത്തത് ചാപ്റ്റർ 8 ആണ്. ഇവിടെ രണ്ട് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളറായിട്ടുള്ള, വളരെ ലൈറ്റായിട്ടുള്ള ഒരു ലെസനാണ്. ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിന്. ഓർത്ത് വയ്ക്കുക, ഇങ്ങനെ തന്നെ ചോദിക്കാം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണ്, ഒന്നും അറിയണ്ട, ഇക്വേഷൻ അവിടെ എഴുതി വയ്ക്കുക. ID ഈസ് ഈക്വൽ ടു ε0. ഇത് മാത്രമേ ഉള്ളൂ പുതിയൊരു വാക്ക്. ഇത് നമുക്ക് നേരത്തെ പരിചയമുണ്ട്, ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് അല്ലേ. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലൊക്കെ ഈ വാക്ക് പഠിച്ചു, ഫാരഡേസിലൊക്കെ പഠിച്ചു. അതേപോലെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. φE എന്നെഴുതാൻ മറക്കരുത്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല. φE ഉണ്ട്, φB ഉണ്ട്. അതുകൊണ്ട് എഴുതണം φE എന്ന് തന്നെ എഴുതണം. dφE by dt ഇൻറ്റു ε0. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ. വിശദമായിട്ട് അറിയണമെങ്കിൽ വീഡിയോ ഉണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിലിടാം. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് വിശദമായിട്ട് അറിയണമെങ്കിൽ. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമുക്കറിയാം, വേവിൻ്റെ ഡയറക്ഷനും പ്രൊപ്പഗേഷനും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന Z ഡയറക്ഷനിലാണ്. അതിൻ്റെ X ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, Y ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വേവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒരു ഫോർവേഡായിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു വേവ് ഈ തരത്തിലാണ് കൊടുക്കുക. അപ്പോൾ EX E0 sin k Z എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ആണ്. ഇത് ഇലക്ട്രിക് കമ്പോണൻറ്റ്, ഇത് മാഗ്നറ്റിക് കോമ്പോണൻറ്റ്. KZ മൈനസ് ωt, K പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ 2 പ്രധാനപ്പെട്ട ഫോർമുല ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലംസ് ചെയ്യുക. നമ്മൾ പ്രോബ്ലംസ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. C കാണാനുള്ള ഇക്വേഷൻ E0 by B0. ഈ 2 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ E0 ആൻഡ് B0 കൊടുത്താൽ റേഷ്യോ C. അതുപോലെ തന്നെ C കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണ് C ഈക്വൽ ടു 1/√μ0 ε0. അടുത്തത് ചാപ്റ്റർ 9 ആണ്, റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സിൽ 4 ഫോക്കസ് ഏരിയയുള്ളൂ. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു പാഠം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇവിടുന്ന് പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും. തിയറിക്ക് ഇതാ ഈ പോർഷൻ, റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഇതിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ, റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസ്. ഈ 2 5 മാർക്സ് ക്വസ്റ്റൻ ആണ്. പ്രിസം ഒരു 5 മാർക്സ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതെല്ലാം തിയറിക്കും പ്രാധാന്യമാണ്, പ്രോബ്ലത്തിനും പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ലെസൺ ഒരു കാരണവശാലും വിട്ടുകളയരുത്. ഈ ഫോർമുലാസ് ഓർത്തുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഇത് റിഫ്ലക്ഷൻ ആണ്. അപ്പൊ റിഫ്ലക്ഷൻ നടക്കുന്ന എന്തിനാണ്?
മിറേഴ്സിനാണ്. അപ്പോൾ ഈ ഫോർമുലാസ് എല്ലാം ആർക്കുള്ളതാണ്? മിറേഴ്സിന്റെ ഏരിയ ആണിത്. ഇനി റിഫ്രാക്ഷൻ നടക്കുക എന്തിലായിരിക്കും? ലെൻസസ് ആണ്. അപ്പൊ ഇതൊക്കെ ആർക്കുള്ളതാണ്? ലെൻസസിന്റെ ഫോർമുലാസ് ആണ്. അത് മറക്കണ്ട. മിറേഴ്സും ലെൻസസും. ഇക്വേഷൻ ശ്രദ്ധിക്കുക. റിഫ്ലക്ഷൻ വന്ന് വീഴുന്നത് പോലെ തന്നെ മടങ്ങും. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ രണ്ടും തുല്യമാണ്. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എഫ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി. ഇനി ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ 1/f is equal to 1/v plus 1/u. ശ്രദ്ധിക്കുക, പ്ലസ് പ്ലസ്. ഈ പ്ലസ് കാണിച്ചിരിക്കുന്നത് മിറേഴ്സിനാണ്. മാഗ്നിഫിക്കേഷൻ v/u ആണ് വിത്ത് എ മൈനസ് സൈൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് മൈനസ്, മാഗ്നിഫിക്കേഷൻ മൈനസ്, ഫോക്കൽ ലെങ്ത്തിന് ഇവിടെ നടുക്ക് പ്ലസ്. ശ്രദ്ധിക്കുക, ഇതിന് നേരെ റിവേഴ്സ് ആണ് ലെൻസസ് വരിക. ലെൻസസിൽ ശ്രദ്ധിക്കുക, f is equal to ഫോക്കൽ ലെങ്ത്തിന്റെ നടുക്ക് മൈനസ് 1/f is equal to 1/v മൈനസ് 1/u. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. അപ്പോ മിറേഴ്സും ലെൻസസും നേരെ റിവേഴ്സ് ആണ് വരിക. ഓർത്ത് വയ്ക്കുക, തെറ്റിപ്പോവരുത്. ഇനി അടുത്തത് റിഫ്രാക്ഷൻ ലെൻസസ് ആണ്. ലെൻസ് ആവുമ്പോൾ റിഫ്രാക്ഷൻ, ഞാൻ പറഞ്ഞു റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കയറി അടുത്ത മീഡിയത്തിലേക്ക് വരിക. അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഒരു പദമുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2/N, refractive index of the second medium with respect to the first medium. Sin I by sin R. ഇതിന് പറയുന്ന പേരാണ് സ്നെൽസ് ലോ. ഏത് ഇക്വേഷനും നമ്മൾ ഏതെങ്കിലും ഒരു ലെസൺ പഠിക്കുമ്പോൾ നമ്മൾ ആ ലെസനുമായിട്ട് ബന്ധപ്പെട്ട് കയ്യിലെ വിരലൊന്ന് നിവർത്തണം. ഏതെങ്കിലും ലോ എവിടെയുണ്ടോ എന്ന് ഓർത്ത് നോക്കണം. അപ്പൊ ഇവിടുത്തെ ലോയുടെ പേരെന്താ പറഞ്ഞത്? സ്നെൽസ് ലോ. Sin I by sin R is equal to N2/N1. N12. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ ദ മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണമെങ്കിൽ നമുക്ക് n ഈക്വൽ ടു c/v ചെയ്യാം. അതുപോലെ തന്നെ sin I by sin R is a constant known as refractive index. ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ്, ഇത് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഓർത്തിരിക്കണം. ഈ ഫോർമുലയെങ്കിലും ഓർമ്മ ഉണ്ടാവണം. 1/f is equal to n-1 into 1/r1 minus 1/r2. ഇത് റിഫ്രാക്ഷൻ ത്രൂ എ സ്ഫെറിക്കൽ സർഫസ്, ഒരു സർഫസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഉള്ള ഫോർമുലയാണ് ഇത്. ഇത് രണ്ട് സർഫസ് കൊണ്ട് ലെൻസ് ആണ്. ലെൻസ് മേക്കേഴ്സ്, ഇതിന്റെ പേര് തന്നെ ലെൻസ് ആണ്. ഇവിടെ ഒരു സർഫസേ ഉള്ളൂ. N2/v minus N1/u equal to N2 minus N1/r. ഒരു സർഫസേ ഉള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് സർഫസ് ഉണ്ട്, ലെൻസ് ആണ് R1 ഉം R2. ഇനി പ്രിസം. പ്രിസത്തിൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ sin I by sin R ആണ്. ഇവിടെ I യുടെ വാല്യൂ ശ്രദ്ധിക്കുക, a plus d/2. R ന്റെ വാല്യൂ a/2. a എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ദ പ്രിസം, ഇക്വിലാറ്ററൽ പ്രിസം ആണ്, a 60 ഡിഗ്രി ആയിരിക്കും. n equal to sin a plus d/2 by sin a/2. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ട ലെസൺ ആണ്. ലെസൺ 9 പഠിക്കാതെ പോകരുത്. ചാപ്റ്റർ 10 ജസ്റ്റ് 3 ഫോക്കസ് ഏരിയാസ് മാത്രമേ ഉള്ളൂ. ചാപ്റ്റർ 9 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർമുലാസ് ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കുറവ് ഫോർമുലാസ് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഓൾറെഡി 9 ലെസൺ ഉള്ളതാണ്. 9th ലെസണിലുള്ള ഫോർമുല തന്നെയാണ് റിഫ്ലക്ഷൻ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്നുള്ളത്. അതുപോലെ തന്നെ sin I by sin R, സ്നെൽസ് ലോ നമ്മൾ ലെസൺ 9 കണ്ടിരുന്നു. ഇത് രണ്ടും ഹിഗിൻസ് പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഹിഗിൻസ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് സ്ഥിരമായി ചോദിക്കുന്നൊരു ഷോർട്ട് ആൻസറാണ്. അപ്പോൾ ഹിഗിൻസ് പ്രിൻസിപ്പിൾ അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിയറി അല്ല നമ്മൾ നോക്കുന്ന, ഫോർമുല ആയതുകൊണ്ട് ഇവിടെ ഫോർമുല പട്ടില്ല. ഓക്കെ, അപ്പോൾ sin I by sin R is equal to a constant എന്നുള്ളതും ആംഗിൾ I ഈക്വൽ ടു ആംഗിൾ ആർ എന്നുള്ളതും ഹിഗിൻസ് പ്രിൻസിപ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഇത് ഇവിടുത്തെ ഡെറിവേഷൻ അല്ല, ഇത് റിയോപ്റ്റിക്സിൻ്റെ ഡെറിവേഷനാണ് ഇത് രണ്ടും. ഓക്കെ, ഇനി ഇവിടെ പോളറൈസേഷൻ. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു സ്നെൽസ് ലോ എന്നാണ് പറയുക. അപ്പോൾ ഈ ലെസണിൽ 2 ലോസ് ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് മാലസ് ലോ, ഒന്ന് ബ്രൂസ്റ്റേഴ്സ് ലോ. മാലസ് ലോ I ഈക്വൽ ടു I0 cos സ്ക്വയർ തീറ്റ. ബ്രൂസ്റ്റേഴ്സ് ലോ n ഈക്വൽ ടു tan p. n എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. p എന്ന് പറയുന്നത് പോളറൈസിങ് ആംഗിൾ. ഇത് ചാപ്റ്റർ 11
3 ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഫോട്ടോൺ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തിയറി പാർട്ടാണ്, പ്രോബ്ലംസ് അവിടെ ഇല്ല, ന്യൂമറിക്കൽസ് ഇല്ല. ഇനി നിങ്ങൾ എന്താണ് അത് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ലിങ്ക് അവിടെ ഉണ്ടാവും. അടുത്തത് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത് തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ, ഇതാണ് പരമപ്രധാനമായിട്ടുള്ള ഇക്വേഷൻ. കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുന്നത് ½ മാക്സിമം. അതെന്ന് പറയുന്നത് h nu മൈനസ് φ0. φ0 എന്ന് പറയുന്നത് വർക്ക് ഫങ്ഷൻ്റെ വാല്യൂ ആണ് φ0. ത്രഷോൾഡ് ഫ്രീക്വൻസി nu0 എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഈ ടേംസ് ഒക്കെ പരിചയപ്പെടണം. വർക്ക് ഫങ്ഷൻ, ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഈ h0 ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ½ mv² h nu മൈനസ് h0. ഇതെല്ലാം നമ്മൾ അതിൻ്റെ രൂപം മാറ്റിയേ ഉള്ളൂ. ഇതാണ് ഇക്വേഷൻ. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇനി ഇതിൽ തന്നെ ½ mv²ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഇതിന് പറയുന്ന പേര് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പം KE മാക്സിമം എന്ന് പറഞ്ഞാൽ EV0യുമാണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് EV0 h nu മൈനസ് h0 എന്ന് കൊടുക്കാം. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു c/λ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബബിൾ ചെയ്യുന്നത് ഓരോന്നും ഓരോ പ്രോബ്ലത്തിന് ആവശ്യമുള്ള സിംഗിൾ ഫോർമുലാസാണ്. അതാണ് അങ്ങനെ എഴുതാൻ കാരണം. അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചാപ്റ്റർ 11ൻ്റെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയുന്നതാണ് ഇത്. സ്കിപ്പ് ചെയ്യരുത്, ഇത് നോക്കിയിട്ട് പോകണം. ഇനി ഫോട്ടോൺ, ഇത് ചെറിയ ഫോർമുലാസാണ്. ഇത് വെച്ചിട്ടൊരു കുഞ്ഞ് പ്രോബ്ലമൊക്കെ ചെയ്യാൻ ചോദിക്കാം, ഒരു 1 വേർഡൊക്കെ ചോദിക്കാം. എനർജി ഓഫ് ദ ഫോട്ടോൺ h nu, E = h nu, എനർജി ഓഫ് ദ ഫോട്ടോൺ. മൊമെൻറ്റം ഓഫ് ദ ഫോട്ടോൺ P = h nu by c അഥവാ h/λ. ഈ ഇക്വേഷൻ ഓർമ്മ വേണം. പിയുടെ ഇക്വേഷനാണ് h/λ. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, λ വേവ് ലെങ്ത്, ന്യൂ ഫ്രീക്വൻസി. ഇനി എനർജി E = mc² എന്ന് എല്ലാവർക്കും അറിയാം. ഐൻസ്റ്റൈൻസ് ഫേമസ് ഇക്വേഷനാണ് റിലേറ്റിവിറ്റി. ഇവിടെ നിന്ന് m നമുക്ക് മാസ് ഓഫ് ദ ഫോട്ടോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ E/c² കണ്ടാൽ മതി. ചാപ്റ്റർ 12 ആണ് ആറ്റംസ് എന്നുള്ള ലെസൺ. 2 ഫോക്കസ് ഏരിയ ആണുള്ളത്. ഒന്ന് ബോർ ആറ്റം മോഡൽ, അടുത്തത് ബോർ ആറ്റം മോഡലിൻ്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ബോർ ആറ്റം മോഡലിൽ 3 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതിൽ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ബോർ ആറ്റം മോഡലിൻ്റെ പ്രത്യേകത തന്നെ, അതിൻ്റെ കൺസെപ്റ്റ് തന്നെ പോകുന്നത് ഒരു സർക്കുലർ ഓർബിറ്റാണ് ആറ്റംസിനുള്ളത്. അതിൽ ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 e²/r². പിന്നെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് mvr അഥവാ ആംഗുലാർ മൊമെൻറ്റം ഇസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നുള്ളതാണ്. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഇത് രണ്ടും കൂടെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇക്വേഷൻ 1/2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ e²/2ε0 nh. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും n മാത്രമാണ് ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത്. n മാറുന്നത്, n കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഹയർ ഓർബിറ്റ്സിലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഓർത്തോളം v ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആണ്. ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻസ് ആണ്. ഇനി ഈ വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് r കിട്ടും. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ടായിരുന്നു, വിയും ആറും. പക്ഷേ ഇവിടെ v കിട്ടിക്കഴിഞ്ഞു. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ r കിട്ടും. അപ്പോൾ r-ൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? ε0 n²h²/πme². ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയും എല്ലാം കോൺസ്റ്റൻസ് ആണ്. r പ്രപ്പോർഷണൽ ടു n² ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് കൂടി വരും. പഠിച്ചിട്ടുണ്ടല്ലോ, n = 1 2 3 4 SPDF ഷെല്ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് കൂടിയാണ് വരുന്നത് അല്ലേ? n കൂടുമ്പോൾ റേഡിയസ് കൂടും. അതാണ്. ദെൻ എനർജിയുടെ ഒരു എക്സ്പ്രഷൻ ഇലക്ട്രോൺ വോൾട്ടാണ്. -13.6 eV / n². n കൂടുന്നതിനനുസരിച്ച് ഇയുടെ വാല്യൂ കുറയും ഇൻ ദ സെൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് കൂടുക ചെയ്യും. ഓക്കെ, അപ്പോൾ E = -13.6 eV / n².
അപ്പോൾ ഇത്രയും ഫോമുലാസ് ഇവിടെയുണ്ട്, കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരൊറ്റ ഫോമുല ഇത് രണ്ടും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കാണാതെ പഠിച്ച് ഓർക്കൽ എളുപ്പമല്ല. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഗീവ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ആംഗുലർ മൊമെൻറ്റം ഇസ് NH/2π. ഇനി ഈ ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു NH/2π എന്നുള്ളത് സെക്കൻഡ് പോസ്റ്റുലേറ്റിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് കൊടുക്കുകയാണ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആണ് ആംഗുലർ മൊമെൻറ്റം ഇസ് NH/2π എന്നുള്ളത്. ഇതെങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അതായത് ഒരു ഓർബിറ്റിൽ കൂടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ചുറ്റളവ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആയിരിക്കും. nth ഓർബിറ്റിലാണ് കറങ്ങുന്നതെങ്കിൽ 2πrn എന്ന് പറയും. ഇനി അതിൻ്റെ നീളം എന്ന് പറയുന്നത് വേവ് ലെങ്ത്ത് n ടൈംസ്, അതായത് ഏത് ഓർബിറ്റിൽ കൂടെയാണോ അത് കറങ്ങുന്നത്, n=1 ആണെങ്കിൽ 1 ലാംഡ, n=2 ആണെങ്കിൽ 2 ലാംഡ എന്ന് വെച്ചാൽ ആ സർക്കംഫറൻസ് അത്ര ലാംഡ ഉണ്ടായിരിക്കും. തേർഡ് ഓർബിറ്റിലാണെങ്കിൽ 3 ലാംഡ ആയിരിക്കും അതിൻ്റെ നീളം. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ലാംഡ h/mv, നമുക്ക് ഫോട്ടോണിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. അതേപോലെ തന്നെ h/mv. അപ്പോൾ h/mv അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. mv ഇങ്ങോട്ട് കൊടുത്തു, 2π ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? mvrn = NH/2π എന്നായി. പക്ഷേ mvrn എന്താണ് നമുക്കറിയാം? ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു NH/2π എന്ന് ഒരിക്കൽ കൂടെ പ്രൂവ് ചെയ്യുകയാണ്. ചാപ്റ്റർ 13 ന്യൂക്ലിയാണ്. 2 ടേമാണ്. ഒന്ന് റേഡിയോ ആക്ടിവിറ്റി, ഒന്ന് ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ ഫിഷനും ഫ്യൂഷനും. ഇനി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് 3 തരത്തിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. നമുക്കറിയാം ആൽഫ, ബീറ്റ, ഗാമയാണ്. ഗാമ വരുന്നത് ന്യൂക്ലിയർ റേഡിയോ ആക്ടിവിറ്റിയുടെ ഫ്യൂഷൻ ഫിഷൻ റിയാക്ഷൻസിൽ വരുമ്പോൾ എക്സ്ട്രാ വരുന്ന എനർജി ഇൻ ദ ഫോം ഓഫ് ഗാമയാണ് ലിബറേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൽഫയും ഡിബിക്കയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ വലിയതായിട്ടൊക്കെ തോന്നും, പക്ഷേ വലിയ കഥയൊന്നുമില്ല. നോക്കാം. ആൽഫ ഡിക്കെ എന്ന് പറഞ്ഞാൽ ഹീലിയം ആറ്റമാണ്. ഹീലിയം എന്നുള്ളതാണ് ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീലിയം എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് 4 കുറയും, സെറ്റിൽ നിന്ന് 2 കുറയും. അതാണ് ഞാനിവിടെ ബോൾഡിൽ എഴുതിയിരിക്കുന്നത്. സെറ്റ് -2 A-4. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. ഈ -4ഉം +4ഉം കൂടെ ആകുമ്പോൾ എ ആയി. ഇവിടെ അതേപോലെ സെറ്റ് -2ഉം +2 ആകുമ്പോൾ സെറ്റ് ആയി. അതാണ് ആൽഫ DK. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ബീറ്റ 2 DK ഉണ്ട്, -DKയും ഉണ്ട്, +DKയും ഉണ്ട്. എന്ന് വെച്ചാൽ XAZ എന്നുള്ളത് ഐദർ Z+1 ആവാം, അറ്റ് ദ ടൈം മൈനസ് ഇലക്ട്രോൺ ആണ്, -1 ആൻഡ് അൻ ആൻറ്റിന്യൂട്രിനോ. ഇനി തിരിച്ച് ബീറ്റ +DK ആകുമ്പോൾ Z-1 ആവും, അറ്റ് ദ ടൈം പോസിട്രോൺ ആണ്, ന്യൂട്രിനോ. അപ്പോൾ ഈ വ്യത്യാസം മാത്രമാണുള്ളത്. സോ ബീറ്റ -DK ആണെങ്കിൽ ഈ -1 0, ബീറ്റ +DK ആണെങ്കിൽ ഈ +1 0. അത് ഓർത്താൽ മതി. -DK ആണെങ്കിൽ -1 0, പ്ലസ് ആണെങ്കിൽ +1 0. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ +1 ആണ്, ഇതിൻ്റെ കൂടെ എന്ത് വരണം? -1. ഇവിടെ -1 ആണ്, ഇതിൻ്റെ കൂടെ എന്ത് വരണം? +1. അത്രയേ ഉള്ളൂ. ഇനി ഈ 2 ഇക്വേഷൻസ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റംസ് അറ്റ് എനി ടൈം t എന്ന് പറയുന്നത് n0 ഒറിജിനലി ഉള്ളത് e⁻⁻λT, ലാംഡ DK കോൺസ്റ്റൻറ്റ്. t ½ എന്ന് പറഞ്ഞാൽ പകുതി ആവാൻ വേണ്ട സമയം, നേർപകുതി ഉള്ളതിൻ്റെ നേർപകുതി ആവാൻ വേണ്ട സമയം. തുടക്കത്തിൽ n0 ഉണ്ടെങ്കിൽ n0/2 ആവാൻ വേണ്ട സമയം 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. ഇത് പ്രോബ്ലത്തിന് വളരെ നിർബന്ധമുള്ള ഇക്വേഷൻസാണ്, ഓർത്ത് വയ്ക്കണം. ദെൻ അടുത്തത് മീൻ ലൈഫാണ്. മീൻ ലൈഫ് എന്ന് പറയുന്നത് 1/λ. DK കോൺസ്റ്റൻറ്റ് റെസിപ്രോക്കലാണ്. അപ്പോൾ ഹാഫ് ലൈഫ് അറിയണം, മീൻ ലൈഫ് അറിയണം. n = n0 e⁻. ഇതിനാണ് റേഡിയോ ആക്റ്റീവ് DK ലോ എന്ന് പറയുക. DK ലോ. ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞാൽ ഇതാണ് ലോ. ഞാൻ പറഞ്ഞു ഓരോ ലെസണിനും ലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ ഇവിടുത്തെ റേഡിയോ ആക്റ്റീവ് DK ലോ n = n0 e⁻⁻λT. ഇനി 2 തരത്തിലുള്ള ഫിഷനും ഫ്യൂഷനുമാണെന്ന് ഞാൻ പറഞ്ഞു. ന്യൂക്ലിയർ എനർജി ലിബറേറ്റ് ചെയ്യുന്ന 2 തരത്തിലാണ്. ഒന്നുകിൽ ഫിഷൻ അഥവാ ഫ്യൂഷൻ. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഹെവിയർ ആയിട്ടുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാവുകയാണ്. ഇത് ഹെവിയാണ്, അതിനെ ഒരു ന്യൂട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യിപ്പിക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ബേരിയവും ക്രിപ്റ്റോണും ആവുന്നു വിത്ത് എ റിലീസ് ഓഫ് 200 MeV ഓഫ് എനർജി ആൻഡ് 3 ന്യൂട്രോൺസ്. ഈ 3 ന്യൂട്രോൺസിനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടാണ്, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷനാണ് നമ്മൾ
എന്തിനുപയോഗിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് ന്യൂക്ലിയർ എനർജി സോഴ്സായിട്ട് നിൽക്കുന്നത് ഈ 3 ഒരാളായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. അടുത്തത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ജോയിൻ ചെയ്ത് ഹെവി ന്യൂക്ലിയർ ആവുന്നു. ഇത് ലൈറ്ററാണ് കമ്പയർഡ് ടു ഹീലിയം. ഹൈഡ്രജൻ ലൈറ്ററാണ്. ലൈറ്റർ ആയിട്ടുള്ള ഹൈഡ്രജൻ ജോയിൻ ചെയ്ത് ഹീലിയം ആവുന്നു. അറ്റ് ദ സെയിം ടൈം സം എമൗണ്ട് ഓഫ് എനർജിയും റിലീസ് ചെയ്യുന്നു. സ്റ്റാർസിൽ നടക്കുന്ന റിയാക്ഷനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതുകൊണ്ടാണ് നമുക്ക് സൺലൈറ്റ് ലഭ്യമാവുന്നത്. ലാസ്റ്റ് ലെസൺ 14 ആണ്. ഇവിടെ 2 ഫോക്കസ് ഏരിയ ആണുള്ളത്. ഒന്ന് ഹാഫ് വേവ് ഫുൾ വേവ് റെക്ടിഫയർ, മറ്റൊന്ന് ലോജിക് ഗേറ്റ്സ്. ഇത് പ്യുവർലി തിയറി സൈഡാണ്. ഇവിടെ പ്രോബ്ലംസ് ഇല്ല എന്നല്ല, നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ ലെവലിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. 4 to 5 മാർക്സിൻ്റെ 2 essay ക്വസ്റ്റ്യനാണ്. ഹാഫ് വേവും ഫുൾ വേവും റെക്ടിഫയർ. പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്, തിയറിയാണ്, നോക്കി പോകണം. ജസ്റ്റ് 2 കണക്ഷൻ ഡയഗ്രാം വരച്ചാൽ അത് ഫുള്ളായി. ഓക്കെ, ശരി. അടുത്തത് ലോജിക് ഗേറ്റ്സ് ആണ്. നമുക്ക് 5 ഗേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ വിരലിൽ 5 ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വയ്ക്കാം. ഒന്നാമത്തത് ഓർ ഗേറ്റ്, രണ്ടാമത്തത് ആൻഡ് ഗേറ്റ്, 3 നോട്ട് ഗേറ്റ്, 4 നാൻഡ് ഗേറ്റ്, 5 നോർ ഗേറ്റ്. കഴിഞ്ഞു. ഇതും വിശദമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഗേറ്റ്സും കൂടെ. എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെറുതെ ഒരു ഫോർമലി ഒന്ന് പറഞ്ഞു പോകുന്നു. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എ ഓർ ബി. ഈ പ്ലസ് എന്നുള്ള സിമ്പൽ അല്ല, എ ഓർ ബി. ഇതാണ് ഔട്ട്പുട്ട്, ഇതാണ് ഇൻപുട്ട്. അതേപോലെ ആൻഡ് ഗേറ്റിൽ എ ബി ഇൻപുട്ട്, വൈ ഈക്വൽ ടു എ ആൻഡ് ബി. ഡോട്ടല്ല, എ ആൻഡ് ബി. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ആണ് ഇൻപുട്ട് കൊടുത്തത്, എ ബാർ. അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇവിടെ 1 കൊടുത്താൽ 0 വരും, 0 കൊടുത്താൽ 1 വരും. അതാണ് അതിൻ്റെ സിമ്പിൾ. ഇനി ഇതും കൂടെ ചേരുന്നതാണ് നോർ ഗേറ്റ്. നോട്ട് ഓർ എന്നഥവാ നോർ. എയും ബിയും കൂടെ കൂട്ടി വൈ കിട്ടി. പക്ഷേ വൈ എന്തായിരുന്നു? എ ഓർ ബി. അതിൻ്റെ കോംപ്ലിമെൻറ്റ് കിട്ടണം, കാരണം ഈ ബബിൾ വന്നാൽ കോംപ്ലിമെൻ്റ് എന്നർത്ഥം. അപ്പോൾ എ ഓർ ബിയുടെ കോംപ്ലിമെൻറ്റ് എ ഓർ ബി ബാർ. അടുത്തത് ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂടെ ചേർന്ന നാൻഡ് ഗേറ്റും, നോട്ട് ആൻഡ്. അപ്പോൾ എയും ബിയും ചേർന്നു. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എ ഓർ ബി ആണ്. പക്ഷേ ബബിൾ ഉള്ളത് കൊണ്ട് ബാർ ചെയ്തു. എ ആൻഡ് ബി ബാർ. ഡോട്ട് കണ്ടാൽ ആൻഡ്, പ്ലസ് കണ്ടാൽ ഓർ. ഇത് വിശദമായിട്ട് നമ്മുടെ ഗേറ്റ്സ് എന്നുള്ള വീഡിയോയിലുണ്ട്. ഇതിൻ്റെ ട്രൂത്ത് ടേബിളും കൂടെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ സാധാരണ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, ഇതിലേതെങ്കിലും ഒരു ഗേറ്റ്, അതിൻ്റെ ഇക്വേഷൻ, ഫിഗർ, ട്രൂത്ത് ടേബിൾ, ഈ 3 കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതതിൻ്റെ ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഈ ലെസൺ സ്കിപ്പ് ചെയ്യേണ്ട, എളുപ്പമുള്ള ലെസണാണ്. അത് 2 ഫിഗറും വരയ്ക്കാം. ഇതിലേതെങ്കിലും ഒരു ഫിഗറും വരയ്ക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഒരു 6-7 മാർക്ക് ലഭിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട, നോക്കിപ്പോണം. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ടിപ്സൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകണം. എല്ലാവിധ ആശംസകളും.